അന്വേഷിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ ഞാൻ എഴുതുന്നതും പറയുന്നതും ജനങ്ങൾക്ക് മനസ്സിലാകണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഞാൻ ബുജി സ്റ്റൈലിൽ കപട കവിത എഴുതുന്നില്ല, ശ്രീകുമാരൻ കവിത എഴുതുന്നില്ല. ഞാൻ എഴുതുന്ന വരികൾ ജനങ്ങൾക്ക് മനസ്സിലാകണം. ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വരിയും ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് തന്നെ. അതായത് അങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് അയാൾ പഴഞ്ചൻ എന്ന് പറയുന്ന അപ്പോഴത്തെ ഇവൻ ബുദ്ധി ചെയ്യാമെന്ന് അവൻ്റെ വിചാരം. അവർക്ക് വെറും സ്വയം ഊതി വിർപ്പിച്ച ബലൂണുകളാണ് പൊട്ടുസൂച്ച് കുത്തിയാൽ പൊട്ടിപ്പോകും. അതിപ്പോൾ കണ്ടത് ഒരു സ്വയം ഊതി വിർപ്പിച്ച ബലൂണാണ്. ശ്രീകുമാരൻ നമ്മുടെ മുട്ടൂസ് കൊണ്ട് കുത്തുമതി പൊട്ടിപ്പോകും. കാരണം അകത്ത് ശൂന്യമാണ്, ഒന്നുമില്ലേ. ഇവിടെ അല്ല, ഇവിടെ കുറച്ചുണ്ട്, ചില സാധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ശത്രുക്കളെ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. ശത്രുക്കളെ പേടിച്ചാൽ ഞാൻ ഇവിടെ എത്തുകയില്ല. എന്നെ വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോയാലും കൺസ്ട്രക്ഷൻ കമ്പനി തുടർത്തി ഫ്ലാറ്റുകളൊക്കെ കെട്ടി കുറെ കുടിശ്വനായിരുന്നു. അങ്ങനെ ശത്രുക്കളെ ഒരിക്കലും ഭയന്നിട്ടില്ല. ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ ഇപ്പോഴുള്ള സിനിമാ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഈ ഗാനങ്ങൾ ഇപ്പോൾ കവിതകളായാൽ പോലും അന്തരീക്ഷം മാറി, കലാന്തരീക്ഷം മാറി, സാമൂഹിക അന്തരീക്ഷം മാറി, സംഗീതത്തിൻ്റെ അന്തരീക്ഷം മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ പാട്ടുകൾ ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്നുള്ളത്. ഇന്നത്തെ പാട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. ഇന്നത്തെ പാട്ട് എഴുതി കഴിഞ്ഞാൽ എൻ്റെ പഴയ പാട്ടുകൾ കൂടി നിരാകരിക്കപ്പെടും. തമ്പി സാർ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ പാട്ട് പോലും അവർ ഓർക്കാതാവും. അപ്പോൾ എൻ്റെ പഴയ പാട്ട് നിലനിൽക്കാൻ വേണ്ടി ഇപ്പോൾ എഴുതാത്തത്. ഇപ്പോഴുള്ള പാട്ടുകളുടെ മൂല്യച്യുതി നഷ്ടപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും. അല്ലത് പാട്ടിൽ സിനിമാ പാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഞങ്ങളുടെ കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് സിഗരറ്റ് രഹസ്യമായിട്ട് വലിക്കുന്ന അപൂർവം കുട്ടികളുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഇന്നത്തെ സമുദായമാണ്, ഇന്നത്തെ സമൂഹമാണ്. സമൂഹം മാറി, അപ്പോൾ കലയും മാറും. സമൂഹം പ്രതിഫലിക്കുന്നതാണ് കല. അതൊരു ദർപ്പണമാണ്. കല ഒരു കണ്ണാടിയാണ്. സമൂഹം അത് പ്രതിഫലിക്കും. അപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമൂഹം പ്രതിഫലിച്ചു. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹം പ്രതിഫലിക്കും. അതിന് ആരെയും കുറ്റം പറയാൻ നോക്കില്ല. കവിതകളിലൊരു രാഷ്ട്രീയം ഉണ്ടാകുമല്ലേ എല്ലാ കാലത്തും? കവിതകളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ എപ്പോഴും പാവപ്പെട്ടവൻ്റെ കൂടെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ പാവപ്പെട്ടവൻ്റെ കൂടെ ആണെന്ന് വെച്ചാൽ ഒരുപാട് ചുറ്റി നക്ഷത്രം എടുത്ത് പൊക്കി പിടിക്കത്തില്ല. ഞാൻ അല്ലെങ്കിൽ തിരുവോണത്തിന് കോടി ഉടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കെട്ടി മയങ്ങുന്ന അപാവനന്മാർ, അവർക്ക് ഓണക്കോടിയായി നീ വാ എന്ന് നിലാവിനോട് പറയുക ഇല്ലല്ലോ. അതുപോലെ അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരായി ഉയരും, അരമന കോട്ടകൾ തകരും, അടിമതൻ കണ്ണിൽ നെരിയുന്ന നൊമ്പരം അഗ്നിനക്ഷത്രമായി വിടരും, നാളെ അഗ്നിനക്ഷത്രമായി വിടരും. ഇത്രയും തീവ്രമായ കമ്മ്യൂണിസം ONV പോലും എഴുതിയിട്ടില്ല. പക്ഷേ ഞാനത് പറഞ്ഞിട്ട് വരയ്ക്ക് പോകുന്ന പത്മശ്രീയും പത്മഭൂഷണും ചോദിച്ചു നടക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതെ, അല്ല അത് മാറിക്കൊണ്ടിരിക്കും. അതായത് അത് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ലെനിൻ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്. ലെനിൻ പറഞ്ഞ ലെനിനാണ് ഈ ഇപ്പോൾ മാർക്സും എംഗൽസും നമ്മുടെ മാർക്സിസം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മൂലധനം എന്നുള്ള നമ്മുടെ കൃതി, ഇതെല്ലാം അവരുടെ കാലഘട്ടത്തിൽ മാർക്സും എംഗൽസും. അത് കഴിഞ്ഞ് അതിനെല്ലാം ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയെടുത്ത് ലെനിനാണ്. ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, കമ്മ്യൂണിസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ. മനസ്സിലായോ? ലെനിൻ്റെ ദീർഘശിക്ഷ എത്രയാണെന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. അപ്പോൾ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് തകർത്ത കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. അത് പിന്നെ മമതാ ബാനർജി മുതലെടുത്തു. കേരളത്തിൽ ഇപ്പോൾ ചില ആളുകൾ ചില ചെറിയ ആൾക്കാർ തകർക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവർ തന്നെ അത് അവർ സ്വയം മനസ്സിലാക്കി അവർക്ക് തന്നു. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. കലാലയങ്ങളിൽ എപ്പോഴും കലാലയങ്ങളാണ് ഈ കവിതകളും ഇതൊക്കെ വലിയ രീതിയിൽ നമ്മൾ പാടി നടക്കുന്ന ഒരിടം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ കേരള സർവകലാശാലയിൽ ഒരു കലോത്സവത്തിലെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതായത് മത്സരങ്ങളെ ചൊല്ലിയും വിദ്യാർത്ഥികളെ ചൊല്ലിയും ഒക്കെ മത്സരങ്ങളും അടിപിടിയുമാണ് ഇപ്പോൾ കലാലയങ്ങളിൽ പോലും നടക്കുന്നത്. ഇതെല്ലാം തന്നെ ഡിസിപ്ലിൻ്റെ കുറവാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും കൊല്ലം 58 കൊല്ലമായി ഞാൻ സിനിമ വന്നിട്ട്. ആദ്യത്തെ പാട്ട് എഴുതിയിട്ട് 58 കൊല്ലമായി. മനസ്സിലാക്കണം. ഈ 58 കൊല്ലം സിനിമയിലും സാഹിത്യത്തിലും സജീവമായി നിന്നിട്ടും ഞാൻ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. അതെൻ്റെ ഡിസിപ്ലിനാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്താ വെച്ചാൽ അവർ സെൽഫ് ഡിസിപ്ലിൻ വേണം, അവർക്ക് അവരുടേതായ ഡിസിപ്ലിൻ വേണം. ഇല്ലാത്തത് അധ്യാപകർ പറഞ്ഞു കൊടുക്കണം. ഇന്ന് അധ്യാപകർക്ക് ഡിസിപ്ലിൻ ഇല്ല, പിന്നെന്ത് ചെയ്യും? അവിടെ അവരെ നയിക്കുന്ന പൊളിറ്റിക്സാണ്, അധ്യാപകരെ നയിക്കുന്ന പൊളിറ്റിക്സാണ്, പോലീസുകാരെ നയിക്കുന്ന പൊളിറ്റിക്സാണ്.
പോലീസുകാരനിപ്പോൾ ചെയ്യുമ്പോൾ ഭരിക്കുന്ന കക്ഷി എതിർത്താൽ എന്നെ കാസർഗോഡ് സ്ഥലം മാറ്റുന്നത് പേടിയാണ്. ആ ഭയന്ന് അങ്കരിക്കുക. അപ്പോൾ എല്ലാവരും ഭയന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക, ജീവിതം മുന്നോട്ട് പോകുക? എല്ലാവരും ഭയപ്പെടുകയാണ്. അപ്പം അങ്ങനെ അത് കാലഘട്ടമാണ്, നമുക്കൊന്നും ചെയ്യാം. കാലഘട്ടത്തിൽ തിരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചോരയാണ്, നമ്മുടെ എല്ലാവരും കുറ്റമാണ് ഇങ്ങനെ ആയത്. അതൊരു പ്രത്യേക വിഭാഗം. നമ്മളെല്ലാം പ്രതികളാണ്, നമ്മളൊക്കെ കുറ്റവാളികളാണ്. നമ്മുടെ കാര്യം മാത്രം നോക്കുന്നു, അവിടെ പ്രശ്നം. ഇപ്പോൾ എഴുത്ത് എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ ഞാൻ നല്ലപോലെ എഴുതുന്നുണ്ട്. ഞാനിപ്പോൾ മാധ്യമം വാരികയിൽ എൻ്റെ ഒരു പരമ്പര വന്നുകൊണ്ടിരിക്കുകയാണ്, മലയാള ചലച്ചിത്ര ഗാന ചരിത്രം. 1938 ബാലൻ എന്ന സിനിമയാണ് ആദ്യത്തെ ശബ്ദചിത്രം. അതുമുതൽ ഇന്ന് വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രമാണ് ഈ കാലഘട്ടത്തിൽ വന്ന മുഴുവൻ ഗാനരചയിതാക്കളും സംഗീത സംവിധായകർ, ഗായകർ അതെല്ലാം ഒരു പാട്ടിൻ്റെ ഒരു പല്ലവിയെങ്കിലും പറഞ്ഞിരിക്കും. ഭാവിയിൽ അതൊരു വലിയ റെക്കോർഡായിരിക്കും. മലയാള സിനിമാ സംഗീതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വിദ്യാർത്ഥി ആ പുസ്തകം വായിച്ചാൽ മതി. അതിപ്പോൾ മാധ്യമത്തിൽ 90 അധ്യായമായി തുടർന്നുകൊണ്ടിരിക്കുക, മാധ്യമം വാരി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർ, റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.